വാർത്തകൾ തുടരുന്നു. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടന്ന UDF. ഘടകകക്ഷികളുമായി 2 ദിവസത്തിനുള്ളിൽ ചർച്ചകൾ പൂർത്തീകരിച്ച് ധാരണയിലെത്താനാണ് നീക്കം. കേരള കോൺഗ്രസുമായാണ് ആദ്യ ചർച്ച. ലീഗുമായി സീറ്റ് വെച്ചുമാറുന്നതിലും ധാരണയിലെത്തും. വിവരങ്ങളുമായി ഡി ബിനോയാണ് ചേരുന്നത്. ബിനോയ്, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ UDF. ഘടകകക്ഷികളുമായി 2 ദിവസത്തിനുള്ളിൽ ചർച്ചകളൊക്കെ പൂർത്തീകരിച്ച് ധാരണയിലെത്താനൊക്കെയാണ് UDFന്റെ ഒരു നീക്കം തന്നെ. ഇപ്പോൾ ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? നേതാവ് വി ഡി സതീശന്റെ പൊതുയാത്ര അവസാനിച്ചതിന് ശേഷം ഘടകകക്ഷികളുമായി വീണ്ടും ചർച്ച നടത്താനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം. അത്തരത്തിൽ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇന്ന് വൈകുന്നേരം ജോസഫ് ഗ്രൂപ്പുമായിട്ടാണ് ചർച്ചയ്ക്ക് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് നിലവിൽ 10 സീറ്റുകളുണ്ട്. എന്നാൽ ഈ 10 സീറ്റുകളും നൽകാൻ തയ്യാറല്ല എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് മാത്രമല്ല, പ്രത്യേകിച്ച് UDFിൽ നിന്നുള്ള മറ്റു ചില ഘടകകക്ഷികളും ജോസഫ് ഗ്രൂപ്പിന് ഇത്രയധികം സീറ്റ് നൽകണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ അത് അന്തിമ തീരുമാനമെടുക്കുക കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഇടുക്കിയിലും ഒപ്പം തന്നെ കുട്ടനാടും, ഈ 2 മണ്ഡലങ്ങളിലും കോൺഗ്രസിന് വിട്ടു നൽകണമെന്ന് ജില്ലാ കമ്മിറ്റികൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടനാട് കോൺഗ്രസിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സീറ്റ് വിജയിക്കാൻ കഴിയും. നിലവിൽ NCP ആണ് കുട്ടനാട് മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. NCPയിൽ നിന്നും ആ സീറ്റ് പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് വേണം എന്നൊരാവശ്യമാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതേപോലൊരു ആവശ്യം തന്നെയാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയും പറഞ്ഞത്. ഇടുക്കിയിൽ ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പാണ് മത്സരിക്കുന്നത്. ആ സീറ്റും ഇടുക്കിയിലെ സീറ്റും വിട്ടുകിട്ടണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8 സീറ്റിൽ ഒരു പക്ഷേ ജോസഫ് ഗ്രൂപ്പിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ആലോചിക്കുന്നത്. അതാണ് UDFിലെ പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന്. രണ്ടാമത്തെ ചർച്ച RSPക്ക് അകത്തുള്ള തന്നെ ഉൾപ്പോര് ശക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. കാരണം ഷിബു ബേബി ജോണും NK പ്രേമേന്ദ്രനും മാനസികമായി അകർന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും സീറ്റ് ചർച്ചയുടെ കാര്യത്തിലാണ്. ഇരേപുരത്ത് NK പ്രേമേന്ദ്രൻ്റെ മകൻ കാർത്തിക് പ്രേമേന്ദ്രനെ മത്സരിപ്പിക്കണം എന്നൊരാവശ്യം ഒരു വിഭാഗം നേതാക്കളും NK പ്രേമേന്ദ്രനെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇത് അംഗീകരിക്കാൻ ഷിബു ബേബി ജോൺ തയ്യാറായില്ല. കാരണം ബന്ധുരാഷ്ട്രീയം കേരളത്തിൽ വേണ്ട എന്ന നിലപാട് RSP നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട് എന്നൊരു എന്നൊരു വിവരമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇത് വലിയ തരത്തിൽ വാർത്തയായതോടുകൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് തന്നെ RSPയുടെ ഉൾപ്പോര് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇരവിപുരത്ത് RYFന്റെ സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹനെ സ്ഥാനാർത്ഥിയായി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പക്ഷേ ആ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുവാൻ പ്രേമേന്ദ്രൻ പക്ഷം തയ്യാറല്ല. മാത്രവുമല്ല, ഇരവിപുരം മണ്ഡലം കമ്മിറ്റിയും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരവിപുരം മണ്ഡലം കമ്മിറ്റി വലിയ തരത്തിലുള്ള വിയോജിപ്പ് അവരെ അറിയിച്ചിട്ടുണ്ട്, RSP നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് ഇടപെട്ടുകൊണ്ട് ഒരു സമവായ സ്ഥാനാർത്ഥി ഇരവിപുരത്തേക്ക് വരും. കാരണം ഇരവിപുരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ തരത്തിലുള്ള മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. നൗഷാദ് 2 പ്രാവശ്യമായി മത്സരിച്ച് വിജയിക്കുന്നു. സീറ്റ് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ നൗഷാദിനെ വീണ്ടും ഇരവിപുരത്ത് മത്സരിപ്പിക്കുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു മത്സരം നടക്കുന്ന മണ്ഡലത്തിലേക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു മത്സരം നടക്കുന്ന സമയത്ത് മണ്ഡലവുമായി ഒരു പരിചയമില്ലാത്ത ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് യോജിപ്പില്ല എന്ന നിലപാടാണ് ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചത്. പക്ഷേ NK പ്രേമേന്ദ്രൻ പറയുന്നത് തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും MP എന്നതിലേക്ക് കൊല്ലം ജില്ലയിൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടുമൊക്കെ തന്നെ തൻ്റെ മകൻ സ്ഥാനാർത്ഥിയായി നിർത്തിക്കഴിഞ്ഞാൽ വലിയ തരത്തിൽ വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ NK പ്രേമേന്ദ്രനും പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ RSPക്കകത്തെ തർക്കം രൂക്ഷമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് ഇടപെടും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഘടകകക്ഷികളിൽ പിന്നീട് മറ്റ് കാര്യമായ തർക്കങ്ങളോ ചർച്ചകളോ ഒന്നും തന്നെ ഇല്ല. CMPക്ക് വിജയിക്കാൻ കഴിയുന്ന 2 സീറ്റുകൾ നൽകണം എന്നവരാവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വിജയസാധ്യത കണക്കിലെടുത്ത് ചില സീറ്റുകൾ വെച്ചുമാറാൻ ഇടയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യ പട്ടിക 50 പേരുടെ പട്ടിക ഏകദേശം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികൾ ഏകദേശം പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. പ്രത്യേകിച്ചും സിറ്റിംഗ് MLAമാരെല്ലാം തന്നെ മത്സരരംഗത്തുണ്ട്. 2 സ്ഥലങ്ങളിൽ, പാലക്കാടും ഒപ്പം തൃപ്പൂണിത്തുറയും ഒഴികെ ബാക്കി 2 മണ്ഡലങ്ങളിലും ഈ 2 മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും സിറ്റിംഗ് MLAമാർ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പാലക്കാടേക്കും തൃപ്പൂണിത്തുറയിലേക്കും 2 സ്ഥാനാർത്ഥികളെ കോൺഗ്രസിന് ആദ്യഘട്ടത്തിൽ കണ്ടെത്തേണ്ടി വരും. അതൊരു പക്ഷേ ഒരു സമവായത്തിലുള്ളൊരു നീക്കം തന്നെയായിരിക്കും. നിരവധി പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിൽ കൃത്യമായി എതിർ സ്ഥാനാർത്ഥിയെ കൂടെ നോക്കിയതിന് ശേഷമായിരിക്കും ഈ 2 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക. മറ്റ് ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യമായ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ നിലവിൽ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ഈ RSPക്കകത്തുള്ള ആഭ്യന്തര തർക്കവും, രണ്ടാമത്തേത് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും കൂടുതൽ സീറ്റ് നൽകാതെ കുറച്ച് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നതിനെ കുറിച്ചുള്ള 2 തർക്കങ്ങൾ. ആ തർക്കങ്ങൾ ഇന്നും നാളെയുമായി നടക്കുന്ന ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് UDF നേതാക്കൾ പങ്കുവയ്ക്കുന്നത്.
ശരി, വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് UDF. ഘടകകക്ഷികളുമായി 2 ദിവസത്തിനുള്ളിൽ ചർച്ചകൾ പൂർത്തീകരിച്ച് ധാരണയിലെത്താനൊക്കെയാണ് ഇപ്പോൾ നീക്കം. കേരള കോൺഗ്രസുമായി ആണ് ആദ്യ ചർച്ചയുണ്ടാകുക. ലീഗുമായി സീറ്റ് വെച്ച് മാറുന്നതിലുമൊക്കെ ധാരണയാവും. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ RJDയുടെ നിർണായക സെക്രട്ടേറിയറ്റ് യോഗം നാളെ ചേരും. CPIM മുന്നോട്ട് വെച്ച 3 സീറ്റ് അംഗീകരിച്ചാൽ പാർട്ടി പിളരാൻ സാധ്യത. സീറ്റ് കൂടുതൽ ആവശ്യപ്പെടുന്ന വിഭാഗം UDFനെ സമീപിച്ചേക്കും. വിവരങ്ങളുമായി റിയാസ് KMR ആണ് ചേരുന്നത്. റിയാസ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. RJDയുടെ നിർണായക സെക്രട്ടേറിയറ്റ് യോഗമൊക്കെയാണ് നാളെ ചേരുക. CPIM മുന്നോട്ട് വെച്ച 3 സീറ്റ് അംഗീകരിച്ചാൽ പാർട്ടി പിളരാനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? LDFന്റെ അവഗണനയിൽ RJD വലിയ അതൃപ്തിയാണ് ഉണ്ടായിട്ടുള്ളത്. RJD ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റുകളാണ് LDF നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത്. അവർ 6 സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയില്ലെങ്കിലും ഒരു 4-5 സീറ്റുകൾ അവർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ നേരത്തെയുള്ള സ്റ്റാറ്റസ് കോ തുടരാൻ തന്നെയാണ് LDF നേതൃത്വം, പ്രത്യേകിച്ച് CPM തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ RJDക്ക് നിലവിൽ വടകര, കൽപ്പറ്റ, ഒപ്പം തന്നെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലങ്ങളിൽ നേരത്തെ മത്സരിച്ച 3 നിയോജക മണ്ഡലങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. ഇതിൽ വടകരയിലും ഒപ്പം തന്നെ കൽപ്പറ്റയിലും UDF വലിയ വിജയം നേടി നിൽക്കുന്ന ഒരു ഇടമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ആ നേട്ടം ആവർത്തിക്കുകയും ചെയ്തു. കൂത്തുപറമ്പാണെങ്കിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്നുള്ള ഒരു പ്രതീതിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ RJD ആവശ്യപ്പെട്ട മറ്റൊരു സീറ്റ് കോട്ടയമായിരുന്നു. നേരത്തെ മറ്റൊരു വിഭാഗം ജനതാദൾ, അതായത് LDF തുടർന്ന മറ്റൊരു വിഭാഗം ജനതാദളിലാണ് കോവളം സീറ്റ് ഇത്തവണയും LDF നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ അതിൽ RJDയെ സംബന്ധിച്ച് RJDക്ക് ആദ്യം ഒരു അതിർത്തിയുണ്ട്. എന്നാൽ RJDയുടെ ഒരു വിഭാഗം ഈ അതിർത്തിയുടെ അടിസ്ഥാനത്തിൽ മുന്നണി വിടണം എന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ 3 സീറ്റ് എന്ന CPM നേതൃത്വത്തിന്റെ ഒരു നിർദ്ദേശം അത് നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗീകരിക്കുകയാണെങ്കിൽ RJDയുടെ ഒരു വിഭാഗം UDFനൊപ്പം ചേരും എന്നുള്ള സൂചനകളാണ് ആ പാർട്ടികളിൽ നിന്നും ലഭിക്കുന്നത്. പ്രത്യേകിച്ച് വി സുരേന്ദ്രൻ പിള്ള, സംസ്ഥാന ജനറൽ സെക്രട്ടറി വി സുരേന്ദ്രൻ പിള്ള, ഒപ്പം തന്നെ സെക്രട്ടറി ആയിട്ടുള്ള സബാഹ് ഉൾപ്പെട്ട മുൻ സംസ്ഥാന സെക്രട്ടറി P കിഷൻചന്ദ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം നാളെ RJDയിൽ നിന്നും മാറി മുന്നോട്ട് വിടാനുള്ള സാധ്യതകളും ഏറെയാണ്. അത് നാളത്തെ RJD യോഗത്തിന്റെ തീരുമാനത്തിനനുസൃതമായിട്ടായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. കഴിഞ്ഞ തവണത്തെ RJDയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കോഴിക്കോട് ചേർന്നപ്പോൾ അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി സംബന്ധിച്ചും ഇത് വിഭാഗം വലിയ ഒരു വാദം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല LDF നേതൃത്വം CPM പ്രാദേശിക നേതൃത്വത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. അന്ന് ആ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ മുന്നണി വിടണമെന്നും ഈ ഒരു വിഭാഗം ഉന്നയിച്ചിരുന്നു. എന്നാൽ അന്ന് MP ശ്രേയംസ്കുമാർ പറഞ്ഞത് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയില്ലെങ്കിൽ താൻ സംസ്ഥാന അധ്യക്ഷ പദം രാജിവെക്കുമെന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് അന്ന് ആ വിഷയം ഒന്ന് ഒതുക്കി നിർത്താൻ MP ശ്രേയംസ്കുമാറിന് സാധിച്ചത്. എന്നാൽ ഇത്തവണ അതിനേക്കാൾ കുറച്ചുകൂടി സങ്കീർണമാണ് കാര്യങ്ങൾ. സീറ്റിന്റെ കാര്യത്തിൽ പോലും പിന്നീട് ഈ 6 സീറ്റ് എന്ന RJDയുടെ ആവശ്യം പരിഗണിക്കുമെന്നായിരുന്നു അന്നത്തെ ആ ഒരു പ്രതീക്ഷ. പക്ഷേ അതുപോലും ഉണ്ടായില്ല. അതുകൊണ്ട് നാളെ കോഴിക്കോട് ചേരുന്ന RJDയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നിർണായകമാണ്. അതിൽ എന്തായിരിക്കും തീരുമാനം ഉണ്ടാകുക എന്നുള്ളത് കണ്ടറിയണം. അങ്ങനെയെങ്കിൽ ഈ 3 സീറ്റ് എന്ന ആവശ്യം അത് RJD നേതൃത്വം ഔദ്യോഗികമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ RJD പിളരാനുള്ള സാധ്യതകളും ഏറെയാണ്. ശരി, വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ RJDയുടെ നിർണായക സെക്രട്ടേറിയറ്റ് യോഗമാണ് നാളെ ചേരുന്നത്. CPIM മുന്നോട്ട് വെച്ച 3 സീറ്റ് അംഗീകരിച്ചാൽ പാർട്ടി പിളരാനൊക്കെ ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. സീറ്റ് കൂടുതൽ ആവശ്യപ്പെടുന്ന വിഭാഗം UDFനെ സമീപിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്. അങ്കമാലിയിൽ വിദ്യാർത്ഥിനെ കാറിടിച്ച് മരിച്ച സംഭവത്തിൽ പ്രതി സിറിയക് ജോർജിന്റെ അച്ഛൻ അറസ്റ്റിൽ. ജോർജ് മാത്യുവിനെ അങ്കമാലി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയായ സിറിയക്കിനെ ഒളിവിൽ പോകാൻ സഹായിച്ചതിനാണ് അറസ്റ്റ്. അതേസമയം ജസ്ലിയുടെ മരണത്തിനിടയാക്കിയ കാർ അപകടത്തിലെ പ്രതി ഡോക്ടർ സിറിയക് ജോർജ് മുൻകൂർ ജാമ്യം തേടിയിരുന്നു. കോട്ടയം സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. പ്രതിക്കായി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഈ നീക്കം. മുൻകൂർ ജാമ്യത്തെ എതിർത്ത് റിപ്പോർട്ട് നൽകുമെന്ന് പ്രത്യേക അന്വേഷണ സംഘവും വ്യക്തമാക്കി.
കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ അങ്കമാലിയിൽ കോളേജ് വിദ്യാർത്ഥിനിയായ ജസ്ലയെ കാറിടിച്ച് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഈ ഒരു കേസിൽ പ്രതിയായ സിറിയക് ജോർജിന്റെ അച്ഛനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കേസിൽ പ്രതിയായ ഡോക്ടർ സിറിയക് ജോർജ് ഒളിവിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. 5 ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇയാളെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ സിറിയക് ജോർജിന്റെ അച്ഛൻ അറസ്റ്റിലായിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ജോർജ് മാത്യുവിനെ അങ്കമാലി പോലീസാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതിയായ സിറിയക്കിനെ ഒളിവിൽ പോകാൻ സഹായിച്ചതിനാണ് ഇത്തരത്തിൽ അച്ഛനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം ജസ്ലയുടെ മരണത്തിനിടയാക്കിയ കാർ അപകടത്തിലെ പ്രതി ഡോക്ടർ സിറിയക് ജോർജ് മുൻകൂർ ജാമ്യം തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോട്ടയം സെഷൻസ് കോടതിയിലാണ് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. പ്രതിക്കായി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിക്കൊണ്ടൊരു നീക്കം തന്നെ നടത്തിയിരിക്കുന്നത്. പ്രതി ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനിടെയാണ് ഇത്തരത്തിൽ പ്രതി മുൻകൂർ ജാമ്യത്തിനൊക്കെ ഒരു അപേക്ഷ നൽകിയിരിക്കുന്നത്. എന്തായാലും ജസ്ലയുടെ കുടുംബം വലിയ രീതിയിലുള്ള വിമർശനമായാണ് ഇപ്പോൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രതിയെ ഇതുവരെയും പിടിക്കാൻ കഴിയാത്തതിലാണ് വലിയ രീതിയിൽ കുടുംബം ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചത്. എന്തായാലും മുൻകൂർ ജാമ്യത്തെ എതിർത്ത് റിപ്പോർട്ട് നൽകുമെന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ജസ്ന മരിച്ച ഈ ഒരു കേസിൽ പ്രതിയായ സിറിയക് ജോർജിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ജോർജ് മാത്യുവിനെ അങ്കമാലി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇറാൻ സൈനിക ടാങ്കർ ബുഷേറിന് ശ്രീലങ്കയുടെ സഹായം. അമേരിക്കൻ അന്തർവാഹിനികളുടെ ആക്രമണം നേരിടുന്ന കപ്പൽ ശ്രീലങ്കൻ തുറമുഖത്ത് അടുപ്പിക്കാൻ അനുമതി. കപ്പൽ ട്രിങ്കോമാലി തുറമുഖത്തേക്ക് മാറ്റി. കപ്പലിലെ 208 ജീവനക്കാരെ ഒഴിപ്പിച്ചു. കൊളംബോ തുറമുഖത്ത് പുറം കടലിൽ 10 കിലോമീറ്റർ അകലെയായിരുന്നു കപ്പൽ. ഇറാന്റെ ഐറിസ് സേന കപ്പൽ അമേരിക്ക തകർത്തതിന് പിന്നാലെയാണ് ബുഷേർ ശ്രീലങ്കയുടെ സഹായം തേടിയത്. ഇറാന്റെ മറ്റൊരു കപ്പൽ കൂടി ശ്രീലങ്കൻ തീരത്ത് ഉണ്ടെന്നാണ് കണ്ടെത്തൽ. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. കലാകാരൻ കലാഭവൻ മണി മരിച്ചിട്ട് 10 വർഷമായിട്ടും സ്മാരക മന്ദിരം യാഥാർത്ഥ്യമായില്ലെന്ന് പരാതി. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ച പദ്ധതിയായിട്ടും ഇതുവരെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. ഇത് കലാഭവൻ മണിയോടുള്ള സർക്കാരിന്റെ അവഗണനയാണെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. മണിയുടെ വേർപാടിന് 10 വർഷമാകുമ്പോഴും സ്മാരകത്തിൽ ഒരു കല്ല് പോലും ഇടാൻ പോലും കഴിഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് സാംസ്കാരിക കേന്ദ്രം യാഥാർത്ഥ്യമാക്കണമെന്ന് കലാഭവൻ മണിയുടെ സുഹൃത്ത് കലാഭവൻ ജയൻ പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ നമ്മൾ വിട്ടുപോയിട്ട് 10 വർഷമായി. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മാരകം 10 വർഷമായി ഇതുവരെ അതിന്റെ പണി തുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു വളരെ ഖേദകരമായിട്ടുള്ള കാര്യം കൂടി പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാം. പ്രസ്താവനകൾ മാത്രം നടക്കുന്നുണ്ട്. മണിയുടെ ആ സ്മാരകമുള്ളത് വണ്ടികൾ മാറുകയുണ്ട്, പക്ഷെ സ്മാരകമില്ല. നമ്മുടെ കുട്ടികൾക്ക് വരും തലമുറയ്ക്ക് ഒക്കെ പ്രയോജനപ്പെടാവുന്ന വലിയൊരു സാംസ്കാരിക സമുച്ചയം, അതായത് ഫോക്ലോർ അക്കാദമിയുടെ ഉപകേന്ദ്രം കൂടിയാണത്. മധ്യ കേരളത്തിലെ ഓണംകളി പോലുള്ള കലകളെ പ്രോത്സാഹിപ്പിക്കാനും കൂടിയാണ് ഇത്തരത്തിലുള്ള ഈ ഉപകേന്ദ്രത്തിന്റെ ഒരു ലക്ഷ്യം തന്നെ. ഫോക്ലോർ ആയാലും മറ്റേ മിമിക്രി ആയാലും മറ്റേത് മേഖലയിലും അത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം. കലാകാരൻ കലാഭവൻ മണി മരിച്ചിട്ട് 10 വർഷമായിട്ടും സ്മാരക മന്ദിരം യാഥാർത്ഥ്യമായില്ല എന്നൊരു പരാതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ച പദ്ധതിയാണിത്. പക്ഷേ ഇതുവരെയും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്നാണ് പ്രധാനമായും പരാതിയിൽ പറയുന്നത്. ഈ ഒരു പദ്ധതിക്കായി 3 കോടിയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. ഇത് കലാഭവൻ മണിയോടുള്ള
സർക്കാരിൻ്റെ ഒരു അവഗണനയാണെന്നാണ് ഇപ്പോൾ സുഹൃത്തുക്കൾ പറയുന്നത്. നാടൻ കലാ ഗവേഷണ കേന്ദ്രമാണ് ഇത്തരത്തിൽ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി പണം പ്രഖ്യാപിച്ചത്. ഈ മണിയുടെ വേർപാടിന് 10 വർഷമാകുമ്പോഴും സ്മാരകത്തിന് വേണ്ടി ഒരു കല്ല് പോലും ഇടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ ഒരു പരാതിയിൽ പറയുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് സാംസ്കാരിക കേന്ദ്രം യാഥാർത്ഥ്യമാക്കണമെന്നാണ് കലാഭവൻ മണിയുടെ സുഹൃത്ത് കലാഭവൻ ജയൻ പ്രതികരിക്കുന്നത്. എന്തായാലും ഈ ഒരു പദ്ധതി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ച പദ്ധതിയാണിത്. ഈ ഒരു പദ്ധതിക്ക് ഇതുവരെയും ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും ആരംഭിച്ചിട്ടില്ല. ഇത് കലാഭവൻ മണിയോടുള്ള സർക്കാരിൻ്റെ അവഗണന തന്നെയാണെന്നാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. എന്തായാലും സുഹൃത്തുക്കൾ ഈ ഒരു പരാതി നൽകിയിരിക്കുന്ന സുഹൃത്തുക്കളാണ്. മണിയുടെ വേർപാടിൽ ഇപ്പോൾ 10 വർഷമാകുകയാണ്. ഇപ്പോഴും ഈ ഒരു സ്മാരകത്തിന് ഒരു കല്ല് പോലും ഇടാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ സാംസ്കാരിക കേന്ദ്രം യാഥാർത്ഥ്യമാക്കണമെന്നാണ് ഇപ്പോൾ കലാഭവൻ മണിയുടെ സുഹൃത്തായ കലാഭവൻ ജയൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പദ്ധതിയിലാണിപ്പോൾ ഈ ഒരു പ്രശ്നത്തിലാണിപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത്. 3 കോടി രൂപ ചിലവിൽ നാടൻ കലാ ഗവേഷണ കേന്ദ്രമാണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത്. എന്തായാലും ഈ ഒരു കലാഭവൻ മണി മരിച്ചിട്ട് 10 വർഷമായിട്ടും സ്മാരക മന്ദിരം യാഥാർത്ഥ്യമായിട്ടില്ല എന്നാണ് കലാഭവൻ മണിയുടെ സുഹൃത്തായ കലാഭവൻ ജയൻ പരാതി നൽകിയിരിക്കുന്നത്.